ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് അധികം ചിലവുകളൊന്നും ഇല്ലാതെ വീട്ടിലെങ്ങനെ നമുക്കൊരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനെന്താ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പിൽ 1 കപ്പും പിന്നെ ഒരു 1/2 കപ്പുമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ മൈദയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ മാറ്റണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ ഇതിൽ നിന്ന് മാറ്റുകയാണ്. അതിന് പകരമായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക്. ഇതാ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഞാൻ എന്താ ഇതേപോലെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ എത്ര പ്രാവശ്യം അരിച്ചെടുക്കുന്നോ അത്രയും നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ എന്താ പറയുക കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഡാർക്കൊന്നും അല്ല എൻ്റെ അടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, കൊക്കോ പൗഡർ നമ്മൾ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിന് ആ ഒരു റെഡ് കളറ് കിട്ടില്ല. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് നമ്മൾ ഈ റെഡ് വെൽവെറ്റ് കേക്കിന് ഉപയോഗിക്കുന്നത്. ബേക്കിംഗ് സോഡയാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് 3 പ്രാവശ്യം അരിച്ചിക്കുന്നതിൽ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. ഇനി 3 പ്രാവശ്യം നമുക്ക് ഇതേപോലെ അരിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാതും എടുക്കുക കേട്ടോ. 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാലിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അഥവാ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച പാലാണെങ്കിൽ പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താലും മതിയാകും. നമ്മൾ എന്താ പറയുക, തിളപ്പിക്കണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തണുത്ത പാലാണെങ്കിൽ തിളപ്പിക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി കൂടി ചേർക്കാം. ഇതാ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കവിടെ അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക്, നമ്മളെടുക്കുന്ന ബൗളിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതൊരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ നേർ പകുതി എടുക്കാം. നമുക്ക് 50 ഗ്രാം ബട്ടർ ഇതിലേക്ക് ചേർക്കാം. ഇത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറായിരിക്കണം ചേർക്കേണ്ടത്. നമ്മൾ ഈ കേക്കിന് ഓയിലും ബട്ടറും ഒരുമിച്ചാണ് ചേർക്കുന്നത്. രണ്ടും ചേർക്കുന്നുണ്ട്, ഒരുമിച്ചെന്നല്ല, രണ്ടും ചേർക്കുന്നുണ്ട്. നമ്മൾ വേറെ ചില കേക്കിലൊക്കെ നമ്മൾ എന്താ പറയുക, ഓയിൽ മാത്രമേ ചേർക്കാറുള്ളൂ. ഇതിൽ നമ്മൾ രണ്ടും ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഈ ബട്ടറൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ
ബട്ടർ ഇവിടെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അത് പൗഡർ ഷുഗർ. നമ്മളൊരു പൗഡർ ഷുഗർ 1 കപ്പ് പൗഡർ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇത് നമുക്ക് കുറച്ച് വീതം ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നായിട്ട് ചേർക്കണ്ട, കുറച്ച് വീതം ചേർക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് പൗഡർ ഷുഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടറും പൗഡർ ഷുഗറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഞാൻ ഓൾറെഡി ഇവിടെ പൊട്ടിച്ച് 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 1 മുട്ട ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും 1 മുട്ട കൂടി ചേർത്ത് കൊടുക്കുക. രണ്ടും ഒപ്പം ചേർക്കണ്ട കേട്ടോ. അത് ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്തൊരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മുട്ട അടിക്കുന്ന സമയത്ത് വാനില എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ മണം നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ. പെട്ടെന്ന് ആ മുട്ടയുടെ മണമൊന്നും ഉണ്ടാകാതെ പെട്ടെന്ന് തന്നെ ആ വാനില എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഓയിലാണ്. ഞാൻ എന്താ 1/3 ആണ് ചേർക്കുന്നത്. 1/3 കപ്പാണ് ചേർക്കുന്നത്. ഓയിലൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓവർ മിക്സ് വേണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച ബട്ടർ മിൽക്ക് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ഹൈ സ്പീഡിലിട്ട് ചെയ്യണ്ട, ലോ സ്പീഡിലിട്ടിട്ട് ചെയ്താൽ മതി. ഒന്ന് മിക്സായാൽ മാത്രം മതി. അപ്പോൾ അത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇവിടെ അരിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്നായിട്ട് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് വീതം ഇട്ടിട്ട് ഒന്നില്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ച് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ബീറ്റർ തന്നെ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ മുഴുവനും ഫ്ലോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ ചൂടാക്കുകയാണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ ഫ്ലോർ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കളറാണ്. നമ്മളിവിടെ ടൊമാറ്റോ റെഡാണ് നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ആദ്യം ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇനി കളർ വേണമെന്ന് തോന്നിയാൽ മാത്രം അപ്പം ചേർത്ത് കൊടുത്താൽ മതി. ടൊമാറ്റോ റെഡ് അത്യാവശ്യം നല്ല കളറുള്ളതാണ്. ഇനി നമുക്ക് നോക്കി നോക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി, ഓവർ മിക്സ് വേണ്ട. അപ്പം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കളർ കമ്മിയായിട്ടാണ് തോന്നുന്നത്. അപ്പം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിത് നന്നായിട്ട് കളറൊക്കെ ചേർത്ത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ചേർത്താൽ മതി. എന്നിട്ട് ഈ സ്പാച്ചില വെച്ചിട്ട്, ഇനി നമ്മൾ ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതേപോലെ ഒരു കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് പിന്നെ ഓയിൽ തടയി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മളിവിടെ കൂട്ടി വെച്ചിരിക്കുന്ന ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ഇതേപോലെ ഒരു ചെമ്പിൻ്റെ ഉള്ളിലാണ്. അപ്പം നമ്മൾ ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒട്ടും വൈകാതെ തന്നെ ഇതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. കണ്ടോ, ഇനി ഇത് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒരു 30 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഇതിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട്
നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്ക് പുറത്തെടുക്കാം, ടിന്നിൽ നിന്ന് പുറത്തെടുക്കാം. ഇതാ ഇപ്പോൾ നോക്കാം, നമ്മുടെ കേക്ക് ഇവിടെ ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ ഇങ്ങനെ തൊട്ടാൽ അടിഭാഗത്തൊക്കെ ചെറിയ ചൂടുണ്ട്. എന്നാലും നമുക്കിതൊന്ന് പുറത്തൊക്കെ എടുക്കാം. കണ്ടോ, ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഇതാ വിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മളിത് ഒരു കത്തിയിട്ട് ഇത് നമ്മൾ വിടിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൈഡൊക്കെ ഇതാ ഇതേപോലെ നേരെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കയ്യിലോട്ടൊന്ന് കവുത്തി നോക്കാം. കണ്ടോ, നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ കേക്ക്. കണ്ടോ, ഇതിന് ഒരുപാട് കളറൊന്നും വന്നിട്ടില്ല നമ്മുടെ കേക്കിന്. നമ്മൾ ചേർത്തത് ടൊമാറ്റോ റെഡാണ്. പക്ഷേ ടൊമാറ്റോ റെഡ് അത്രക്ക് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിന് അത്രക്ക് സ്യൂട്ടാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിന് പകരം വല്ല റെഡ് എന്നുള്ള കളറില്ലേ, അതോ സൂപ്പർ റെഡോ അതൊക്കെ എടുത്താലും മതിയാകും. ഇതിപ്പോൾ ഞാനിത് ഈ കളർ വെച്ചിട്ട് ആദ്യമായിട്ട് ഇപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അത്രക്ക് കളറ് തോന്നിയില്ല. ഇനി ഇതിൻ്റെ ചൂട് ഫുള്ളായിട്ട് മാറിയതിന് ശേഷമാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചൂട് നല്ലോണം മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അത് ചൂടാറിയിട്ടില്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 2 പോർഷനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തത് ഞാൻ നൂലുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. നമ്മൾ നൂലുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കണ്ടോ, നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് എടുത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ക്രീമി പരിവാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇതൊന്ന് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇത് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ക്രീം എടുത്തിരിക്കുന്നത് വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ വിവോൻ്റെ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ഇതിൽ കുറച്ച് മധുരം കുറവാണ്. നമ്മുടെ റിച്ചിൻ്റെ ഗോൾഡിനേക്കാണ് കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൗഡർ ഷുഗർ കൂടി ചേർത്തിട്ടാണ് നമ്മളിത് വിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലും ആക്കിയിട്ടാണ് നമ്മളിത് വിപ്പ് ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ വിപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നോക്കാം. കണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ നമ്മൾ വിപ്പ് ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു കൺസിസ്റ്റൻസി. കണ്ടോ, ഇനി നമുക്ക് നമ്മുടെ ക്രീമൊക്കെ ഇവിടെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നടുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് കിടന്ന് ഓടാതിരിക്കാനായിട്ടോ ഇത് നടുക്ക് കുറച്ച് തേച്ച് കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ഒരു ലെയർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ മുകളിലത്തെ ഭാഗം കേട്ടോ അടിയിലേക്ക് വെച്ച് കൊടുക്കണത്, കറക്റ്റ് ആ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. ഞാൻ ഒരു 1 കപ്പ് ഷുഗറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് സിറപ്പാക്കി എടുത്തതാണ്. അത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഓഫാക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മളിത് കേക്കിലേക്ക് ഒഴിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് നമ്മൾ വിപ്പ് ചെയ്ത ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ശരിക്കും റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്രീം ചീസ് കൂടി പഞ്ചസാര ഷുഗർ പൗഡർ കൂടി ചേർത്തൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതുകൂടി നമ്മൾ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യൽ കേട്ടോ. ഇതിപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വീട്ടിൽ കുട്ടികളുടെ ആ ഇഷ്ടത്തിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ
ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ് ഇപ്പോൾ നമ്മൾ ക്രീം ചീസൊന്നും ഇല്ലാതെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലെവല് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കണ്ടോ, ഇപ്പോൾ ഏറ്റവും അടിഭാഗം നമുക്ക് മുകളിലേക്കാക്കി വെച്ച് കൊടുക്കാം. കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. നമ്മൾ ഷുഗർ സിറപ്പ് മുകളിലത്തേൽ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നമ്മളിതാ ക്രീമൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് സൈഡിൽ കൂടി ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ്. നമ്മൾ കേക്ക് പൊടിച്ചെടുത്തതുകൊണ്ട് കുറച്ച് ഇതേപോലെ ആ പൊടി കൊണ്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ പൂവിലാകരുത്. അപ്പോൾ ഇതാ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ നമുക്ക് സാധിക്കുന്ന മാതിരിയെല്ലാം നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നടുക്ക് ഒരു നമ്മൾ എന്താ പറയുക, ഇതേപോലെ ഒരു ലവ് ചിഹ്നത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കേക്കിൻ്റെ കുറച്ച് പൊടി ഇട്ടിട്ടാണ് ഒരു ലവ് ചിഹ്നം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ താഴത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതപ്പോൾ നമുക്ക് 1 മണിക്കൂർ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ താഴത്ത് വെച്ചിരുന്നു ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളിതാ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നോക്കി നോക്കാം. കണ്ടോ, നമ്മുടെ അടിപൊളി റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.